ടുവിൻ മഹിമകൾ തിങ്ങും ഇഹ പരമേ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. വാനിടമേ ദൈവദൂതരേ നാഥനെ വാഴ്ത്തിടുവിൻ. അമ്പരമേ ജലസഞ്ചയമേ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹ പരമേ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിൻ്റെ ആരോഗ്യനാഥയുടെ വത്സല മക്കളെ, വിശുദ്ധമായ ഈ ബലിപീഠത്തിൽ വിശുദ്ധമായ ഈ ബലി അർപ്പിക്കുവാനായിട്ട് നാം ഒരുങ്ങുമ്പോൾ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവ് വഴി നമുക്ക് ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. ഇനിയും മാതാവിൻ്റെ മാധ്യസ്ഥം വഴി നിരവധിയായ അനുഗ്രഹങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ഈശോ അരുൾ ചെയ്യുന്നുണ്ട്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തുമെന്ന്. ഈശോ വീണ്ടും പറയുന്നുണ്ട്, ഭക്തിയോടെ വിശ്വാസത്തോടെ ചോദിക്കുന്നതെന്തും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് നൽകുമെന്ന്. ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ പറയുന്നുണ്ട്, എല്ലാ വിധത്തിലുള്ള കൃപാവരങ്ങളുടെയും വാതിലാണ് പ്രാർത്ഥനയെന്ന്. സ്നേഹമുള്ളവരെ, ഞാനും നിങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പ്രാർത്ഥിക്കുവാനായിട്ടാണ്. ഈ ബലിയുടെ മുഖ്യ നിമിഷങ്ങളിൽ നമുക്ക് നമ്മുടെ എല്ലാ വിധത്തിലുള്ള പ്രാർത്ഥനകളും യാചനകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അപേക്ഷകളുമെല്ലാം പരിശുദ്ധ വേളാങ്കണ്ണി മാതാവ് വഴി ദൈവത്തിന് സമർപ്പിക്കാം. ഞങ്ങളുടെ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളിലും അമ്മ കൂടെ നിൽക്കണമേ, അമ്മ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് തുടരാം. സഹോദരരെ, ദൈവരഹസ്യങ്ങൾ കൊണ്ടാടേണ്ടതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ
കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ മാനസങ്ങളെപ്പോഴും അങ്ങേ തിരുവിഷ്ടത്തിനനുസൃതമാക്കി തീർക്കുവാനും ആത്മഹൃദയത്തോടെ അങ്ങേ മഹിമയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാനും ഞങ്ങൾക്കിടവരുത്തണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ എഫെസോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, നിങ്ങൾക്ക് വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ മുമ്പ് ചുരുക്കത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളതുപോലെ വെളിപാട് വഴിയാണ് രഹസ്യം എനിക്ക് അറിവായത്. അത് വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് എനിക്ക് ലഭിച്ചിരുന്ന ഉൾക്കാഴ്ച എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ അവിടുത്തെ വിശുദ്ധരായ അപ്പസ്തോലന്മാർക്കും പ്രവാചകർക്കും പരിശുദ്ധാത്മാവാൽ വെളിപ്പെട്ടിരിക്കുന്നത് പോലെ മറ്റ് തലമുറകളിലെ മനുഷ്യർക്ക് ഇത് വെളിവാക്കപ്പെട്ടിരുന്നില്ല. ഈ വെളിപാടനുസരിച്ച് വിജാതീയർ കൂട്ടവകാശികളും ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങളും സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗഭാക്കുകളുമാണ്. ദൈവത്തിൻ്റെ കൃപാവരത്താൽ ഞാൻ ഈ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായി. അവിടുത്തെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായത്രേ എനിക്ക് ഈ കൃപാവരം ലഭിച്ചത്. വിജാതീയരോട് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാനും സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനും ഉതകുന്ന വരം വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായ എനിക്ക് നൽകപ്പെട്ടു. സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരികൾക്കും സഭയിലൂടെ ദൈവത്തിൻ്റെ ബഹുമുഖജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത്. ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ സാക്ഷാത്കരിക്കപ്പെട്ട അവിടുത്തെ നിത്യമായ ഉദ്ദേശത്തിന് അനുസൃതമാണ്. അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട്. ദൈവവചനമാണ് നാം കേട്ടത്. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. രക്ഷയുടെ കിണറ്റിൽ നിന്ന്, രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്. അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. രക്ഷയുടെ കിണറ്റിൽ നിന്ന്, രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവിൻ. അവിടുത്തെ നാമം ഉന്നതമെന്ന് ഉദ്ഘോഷിക്കുവിൻ. രക്ഷയുടെ കിണറ്റിൽ നിന്ന്, രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. കർത്താവിന് സ്തുതി പാടുവിൻ, അവിടുത്തെ മഹത്വത്തോടെ പ്രവർത്തിച്ചു. ഭൂമിയിലെല്ലാം ഇതറിയട്ടെ. സിയോൻ വാസികളെ ആർത്തട്ടഹസിക്കുവിൻ, സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യേ ഉണ്ട്. രക്ഷയുടെ കിണറ്റിൽ നിന്ന്, രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. സുവിശേഷ ഗീതികൾ പാടാൻ, യേശുവിൻ സാക്ഷികളാകാൻ, ലോകത്തിലെങ്ങും
നാഥൻ വിളിക്കുന്നു നമ്മെ സുവിശേഷ ഗീതികൾ പാടാൻ, യേശുവിൻ സാക്ഷികളാകാൻ, ലോകത്തിലെങ്ങും പോകാൻ. നാഥൻ വിളിക്കുന്നു നമ്മെ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്കു മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ഇത് അറിഞ്ഞുകൊള്ളുവിൻ, കള്ളൻ ഏതു മണിക്കൂറിൽ വരുമെന്ന് ഗൃഹനായകൻ അറിഞ്ഞിരുന്നുവെങ്കിൽ തൻ്റെ വീട് കുത്തി തുറക്കുവാൻ അനുവദിക്കുമായിരുന്നില്ല. നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ, എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത്. പത്രോസ് ചോദിച്ചു, കർത്താവേ, ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ അതോ എല്ലാവർക്കും വേണ്ടിയോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, വീട്ടുജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥൻ ആരാണ്? യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ തൻ്റെ സകല സ്വത്തുക്കളുടെയും മേൽ അവനെ നിയമിക്കും. എന്നാൽ ആ ഭൃത്യൻ തൻ്റെ യജമാനൻ വരാൻ വൈകുമെന്ന് ഉള്ളിൽ കരുതി യജമാനൻ്റെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കുവാനും തിന്നുകുടിച്ച് ഉന്മത്തനാകുവാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരികയും അവനെ ശിക്ഷിച്ച് അവൻ്റെ പങ്ക് അവിശ്വാസികളുടെ കൂടെ ആക്കുകയും ചെയ്യും. യജമാനൻ്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും. എന്നാൽ അറിയാതെയാണ് ഒരുവൻ ശിക്ഷാർഹമായ തെറ്റ് ചെയ്തതെങ്കിൽ അവൻ ലഘുവായേ പ്രഹരിക്കപ്പെടുകയുള്ളൂ. അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും. അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ വചനങ്ങൾ നമ്മുടെ പാപങ്ങളെ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഏറ്റവും മനോഹരമായ ഒരു പ്രതിവചനം സങ്കീർത്തനമാണ് നാം ഇന്ന് വായിച്ചു കേട്ടത്. അത് ഇപ്രകാരമാണ്: രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ഈ വേളാങ്കണ്ണിയിൽ വരുന്ന എല്ലാ തീർത്ഥാടകർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇവിടെ ഒരു രക്ഷയുടെ കുളമുണ്ട്. അതറിയപ്പെടുന്നത് അവർ ലേഡീസ് ടാങ്ക് എന്നാണ്, മാതാക്കുളം. ഒത്തിരിയേറെ സന്തോഷമുണ്ട് അത് കാണുവാനായിട്ട്. കാരണം ഇവിടെ വരുന്ന എല്ലാ തീർത്ഥാടകരും ആ മാതാക്കുളത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് അവിടെ നിന്ന് വെള്ളം കോരി കുടിക്കാറുണ്ട്. അവർക്ക് ഒത്തിരിയേറെ രോഗസൗഖ്യങ്ങളും ലഭിക്കാറുണ്ട്. മിക്കപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കും, അവർ മാതാവിൻ്റെ സ്വരൂപത്തിലുള്ള ആ ഒരു പ്ലാസ്റ്റിക് ഡബ്ബയിൽ അവർ ആ ജലം എടുത്തുകൊണ്ട് അവരുടെ വീടുകളിലേക്കൊക്കെ പോകുന്ന ആ കാഴ്ച. അവരുടെ വിശ്വാസമാണ് ആ ജലം ഉപയോഗിച്ചാൽ അവർ തീർച്ചയായും രോഗസൗഖ്യം നേടും എന്നത്. സ്നേഹമുള്ളവരെ, വിശ്വാസത്തോടെ നാം പ്രാർത്ഥിച്ചാൽ ഈ അമ്മ നമുക്ക് വേണ്ടതെല്ലാം തന്നെ നൽകും.
ഇന്നത്തെ സുവിശേഷം നാം ഇന്നലെ വായിച്ചു കേട്ട സുവിശേഷത്തിൻ്റെ ഒരു തുടർച്ചയാണ്. ഈശോ ഈ വചനഭാഗങ്ങളിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് ഇതാണ്: സദാ ഒരുങ്ങിയിരിക്കുവിനെന്ന്, സദാ ജാഗരൂകരായിരിക്കുവിനെന്ന്, സദാ പ്രാർത്ഥന നിരതരായിരിക്കുവിൻ എന്ന്. കാരണം നമ്മുടെ അവസാന സമയം നമുക്ക് അറിയില്ല. നമ്മുടെ അന്ത്യവിധി ദിവസം എപ്പോൾ വരുമെന്നോ, എങ്ങനെ വരുമെന്നോ, എവിടെ വെച്ച് വരുമെന്നോ നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഈശോ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് സദാ പ്രാർത്ഥന നിരതരായിരിക്കുവാൻ എന്ന്. സ്നേഹമുള്ളവരെ, ഒരിടത്ത് ഒരു ഭർത്താവും ഭാര്യയും ജീവിച്ചിരുന്നു. അവർ രണ്ടുപേരും വളരെ വിശ്വാസികളായിരുന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോകും, ബൈബിൾ വായിക്കും, കുടുംബ പ്രാർത്ഥനയെല്ലാം ചൊല്ലും, കുടുംബ യൂണിറ്റുകളിലും ഫാമിലി യൂണിറ്റുകളിലും ഒക്കെ പോയിക്കൊണ്ടിരുന്നു. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഭർത്താവിന് തൻ്റെ ആത്മീയ കാര്യങ്ങളിൽ ഒരു ജാതി വിരക്തത അനുഭവപ്പെട്ടു തുടങ്ങി. കാലത്ത് പള്ളിയിൽ പോകുവാനായിട്ട് ഭാര്യ വിളിക്കുമ്പോൾ ഈ ഭർത്താവ് ഇങ്ങനെ പറയും: നീ പൊയ്ക്കൊള്ളുക, എനിക്ക് വേണ്ടി കൂടി നീ പള്ളിയിൽ പോയാൽ മതിയാകുമെന്ന്. വൈകുന്നേരം കുടുംബ പ്രാർത്ഥന ചൊല്ലുവാൻ സമയമാകുമ്പോൾ ഭാര്യ ഈ ഭർത്താവിനെ വിളിക്കുമ്പോൾ ഇയാൾ വീണ്ടും പറയും: എനിക്ക് വേണ്ടി കൂടി നീ പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. വചനഭാഗങ്ങൾ വായിച്ച് ധ്യാനിക്കുവാൻ പറയുമ്പോഴും ഈ ഭർത്താവ് പറയും: എനിക്ക് വേണ്ടി ഇതെല്ലാം നീ തന്നെ ചെയ്താൽ മതിയെന്ന്. അങ്ങനെ ഇരിക്കെ ഒരു രാത്രി ഈ ഭർത്താവ് ഒരു സ്വപ്നം കണ്ടു. ഈ ഭാര്യയും ഭർത്താവും മരിച്ചു. ഇവർ രണ്ടുപേരും സ്വർഗത്തിലേക്ക് ചെന്ന് സ്വർഗീയ കവാടത്തിന് മുന്നിൽ നിൽക്കുകയാണ്. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സ്വർഗത്തിൻ്റെ വാതിൽ, കവാടം തുറക്കപ്പെട്ടു. ഒരു ദൈവദൂതൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. ദൈവദൂതൻ പറഞ്ഞു: നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഭാര്യ മാത്രം അകത്തേക്ക് പോയാൽ മതിയെന്ന്. ഭാര്യ സ്വർഗത്തിൻ്റെ അകത്തേക്ക് പോയി വാതിൽ അടക്കപ്പെട്ടു. ഭർത്താവ് പുറത്താക്കപ്പെടുകയും ചെയ്തു. ഈ കഥയുടെ അർത്ഥം ഇങ്ങനെയാണ്: നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷ അത് നമ്മുടെ കൈകളിലാണ്. നമ്മുടെ അപ്പനോ അമ്മയ്ക്കോ സഹോദരനോ സഹോദരിക്കോ ഭാര്യയോ കുഞ്ഞുങ്ങൾക്കോ നമ്മൾക്ക് പ്രിയപ്പെട്ടവരോ നമുക്ക് നിത്യരക്ഷ നൽകുവാൻ സാധിക്കുകയില്ല. അവരൊക്കെ നമ്മെ സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷ നമ്മുടെ കൈകളിൽ തന്നെയാണ്. സ്നേഹമുള്ളവരെ, ഈശോ പറയുന്നത് പോലെ സൽപ്രവർത്തികൾ ചെയ്ത് സദാ പ്രാർത്ഥന നിരതരായിരിക്കുവിൻ. അപ്പോൾ തീർച്ചയായിട്ടും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കും. ഇസ്രായേലിൻ നായക, എൻ്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു എന്നെയുമെൻ സർവവും നിന്റെ മുമ്പിലായിതാ. സ്വീകരിക്കണമേ പ്രഭോ. ഇസ്രായേലിൻ നായക, കാറ്റിലുലയും തോണി പോലൻ ജീവിതം വലയും വേളയിൽ നീ സാന്ത്വനം നൽകാൻ വരേണമേ. നിൻ കൈകളിൽ എൻ ജീവിതം നൽകുന്നു ഞാനെൻ ദൈവമേ. ജീവിതത്തിൻ ദുഃഖവേളയിൽ നിൻ സ്നേഹമെന്നിൽ ചൊരിയണേ. വന്നിരാശകൾ ദൂരയകറ്റുന്ന എൻ സ്നേഹരൂപനേ,
ഇസ്രായേലിൻ നായക. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തന പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, സ്വതന്ത്ര മനസ്സോടെ അങ്ങേ ദാനങ്ങൾ ആദരിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന അങ്ങേ കൃപയാൽ ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന അതേ രഹസ്യങ്ങൾ വഴി ഞങ്ങൾ നിർമ്മലരായി തീരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേക്കു ഞങ്ങളുടെ സ്തുതികൾ ആവശ്യമില്ലെങ്കിലും അങ്ങേക്കു ഞങ്ങൾ നന്ദി അർപ്പിക്കുക എന്നത് അങ്ങേ ദാനം തന്നെയാണ്. ഞങ്ങളുടെ സ്തുതികൾ അങ്ങേ മഹിമ വർദ്ധിപ്പിക്കുന്നില്ലെങ്കിലും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾക്ക് അവ രക്ഷയ്ക്ക് ഉപകരിക്കുന്നുവല്ലോ. ആകയാൽ മാലാഖ് വൃന്ദങ്ങളോട് ചേർന്ന് അങ്ങേ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളും ആഹ്ലാദപൂർവം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോശാന ഹോശാന, അത്യുന്നതങ്ങളിൽ ഹോശാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോശാന ഹോശാന, അത്യുന്നതങ്ങളിൽ ഹോശാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായി അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ അങ്ങ് പവിത്രമാക്കണമേ. ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമ്മനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് അനേകർക്കു വേണ്ടിയും നിങ്ങൾക്കു വേണ്ടിയും
പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ദേവദാസ് അംബ്രോസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരന്മാരെയും ബന്ധുമിത്രാദികളെയും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരെയും അങ്ങേ കാരുണ്യത്തിൽ മറിഞ്ഞമുള്ള സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളെ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദൈവോപദേശത്തെ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ,
ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഇതാണ് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്ന് നമ്മോട് പറയുന്ന യേശുനാഥൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. എൻ്റെ യേശുവേ, അങ്ങ് ദിവ്യകുദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരേണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. തിരുവോസ്തിയായെന്നിലണയും സ്നേഹം, ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എൻ്റെ ഈശോ, ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. നോവിച്ച നാവിലല്ലേ നാഥൻ സ്നേഹത്തിൻ കൂദാശയേകി. നോവിച്ച നാവിലല്ലേ നാഥൻ സ്നേഹത്തിൻ കൂദാശയേകി. നിന്നിച്ച മാനസത്തിൽ നീ കാരുണ്യ തീർത്ഥവുമായി. നിന്നിച്ച മാനസത്തിൽ നീ കാരുണ്യ തീർത്ഥവുമായി. ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. തിരുവോസ്തിയായെന്നിലണയും സ്നേഹം, ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എൻ്റെ ഈശോ. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് തൻ്റെ ജീവൻ അനേകർക്ക് വേണ്ടി സ്വർഗീയ വസ്തുക്കളുടെ പങ്കാളിത്തം ഞങ്ങൾക്ക് ഉപകരിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഇഹലോക നന്മകളാൽ സമ്പൂരിതരും പരലോക നന്മകളാൽ ഉദ്ബോധിതരുമായി തീരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന
കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിൻ്റെ വത്സല മക്കളായി പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. എത്രയും ദയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. എത്രയും ദയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ശരണം ഗമിപ്പൂ നിൻ തൃപാദത്തിൽ, കരുണതൻ നിറകുടമാകുമമ്മേ. ശരണം ഗമിപ്പൂ നിൻ തൃപാദത്തിൽ, കരുണതൻ നിറകുടമാകുമമ്മേ. കനിവോടെ ഇവരെ നീ കാക്കണമേ, കന്യകമാരുടെ റാണി നീയേ. എത്രയും ദയയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.